السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما يا رب العالمين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് പഠിക്കുന്നത് അൽ അർബഊൻ അൻ നവവിയ എന്ന കിതാബിലെ 6-ാമത്തെ ഹദീസാണ്. അൽ ഹദീസു സാദിസ് عن أبي عبد الله النعمان بن بشير رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إن الحلال بين وإن الحرام بين وبينهما أمور مشتبهات لا يعلمهن كثير من الناس فمن اتقى الشبهات فقد استبرأ لدينه وعرضه ومن وقع في الشبهات وقع في الحرام كالراعي يرعى حول الحمى يوشك أن يرتع فيه ألا وإن لكل ملك حمى ألا وإن حمى الله محارمه ألا وإن في الجسد مضغة إذا صلحت صلح الجسد كله وإذا فسدت فسد الجسد كله ألا وهي القلب رواه البخاري ومسلم. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹുവിൻ്റെ ഹദീസാണ് ഇവിടെ ഓതിക്കേൾപ്പിച്ചത്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ഹദീസും ഇമാം അഹ്മദ് റഹ്മഹുല്ല പറഞ്ഞതുപോലെ ദീനിൻ്റെ ഉസൂലുകളിൽപ്പെട്ട ഒരു ഹദീസാണ് അല്ലേ. ഒന്ന് ഹദീസ് ജിബ്രീൽ, 2 ഹദീസ് ആയിഷ മൻ അഹ്ദഥ ഫി അംരിന, 3 ഈ ഹദീസ് നുഅ്മാൻ ഇബ്നു ബഷീർ ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിൻ. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അബൂ അബ്ദില്ല അദ്ദേഹത്തിൻ്റെ കുന്നിയത്താണ്. അബൂ അബ്ദില്ല അദ്ദേഹത്തിൻ്റെ കുന്നിയത്താണ് നുഅ്മാൻ ഇബ്നു ബഷീർ. അദ്ദേഹത്തിൻ്റെ പേര് നുഅ്മാൻ. അൽ ഖസ്റജി അൽ അൻസാരി, മദീനക്കാരനായ അൻസാരിയായ ഖസ്റജി ഗോത്രത്തിൽപ്പെട്ട സ്വഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അവ്വലു മൗലൂദിൻ ഫിൽ ഇസ്ലാം ലിൽ അൻസാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് വന്നതിന് ശേഷം മദീനയിൽ ആദ്യമായി ജനിച്ച കുട്ടി, അൻസാറുകളുടെ കുട്ടി, അൻസാറുകളിൽ ആദ്യമായി ജനിച്ച കുട്ടി, ഹിജ്റ 2-ാം വർഷം, നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ജനിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തെ എടുത്തിട്ട് റസൂലുള്ളാഹിയുടെ അടുക്കിലേക്ക് വരും. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഈത്തപ്പഴം കടിച്ച് ചവച്ച് അത് മൃദുലമാക്കിയതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ വായിൽ വെച്ചു കൊടുക്കും. അതിന് തഹ്നീക്ക് എന്ന് പറയാം. കുട്ടികൾ പ്രസവിച്ചാൽ തഹ്നീക്ക് സുന്നത്താണ്. ഈ ഹദീസാണ് തെളിവ്. മധുരം വെച്ചു കൊടുക്കുക വായിൽ. റസൂലുള്ളാഹി തങ്ങൾ ചെയ്ത് അങ്ങനെ ഈത്തപ്പഴം എടുത്ത് കടിച്ച് ചവച്ച് അത് മൃദുലമാക്കി സോഫ്റ്റാക്കി ഈ കുട്ടിയുടെ വായിൽ വെച്ചു കൊടുത്തു. അതാണ് തഹ്നീക്ക് എന്നറിയപ്പെടുന്നത്. പിന്നെ അതേപോലെ തന്നെ മുഹാജിറുകളിൽ ഇസ്ലാമിന് ശേഷം ഏറ്റവും ആദ്യം ഹിജ്റയ്ക്ക് ശേഷം ജനിച്ച കുട്ടിയാരാ? മുഹാജിറുകളിൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അസ്മാ റളിയല്ലാഹുവിൻ്റെ മകനാണ്. അസ്മ ആയിഷ റളിയല്ലാഹുവിൻ്റെ സഹോദരി, അബൂബക്കർ സിദ്ദീഖിൻ്റെ മകൾ. രണ്ടും ഉമ്മയാണ്. ആയിഷ ബീവിയുടെയും അസ്മാൻ്റെയും ഉമ്മ വേറെ വേറെയാണ്. ഈ അസ്മാ റളിയല്ലാഹു അൻഹു ഹിജ്റ വരുന്ന സമയം ഗർഭിണിയായിരുന്നു. മദീനത്ത് വന്നതിന് ശേഷമാണ് പ്രസവിച്ചത്. ആദ്യം പ്രസവിച്ചത് മുഹാജിറുടെ കൂട്ടത്തിൽ, അൻസാറുടെ കൂട്ടത്തിൽ നുഅ്മാൻ ഇബ്നു ബഷീറും മുഹാജിറുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഇദ്ദേഹം ഖിതാബത്തിൽ അറിയപ്പെട്ട സഹാബിയാണ്. നന്നായി ഖുതുബ പറയും. ഇദ്ദേഹത്തിൻ്റെ ഖുതുബ കേട്ടാൽ അതിൽ ജനങ്ങൾ ലയിച്ചു പോകുന്നതാണ്. അത്രയും ഗാംഭീര്യമുള്ള ഖുതുബയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ. ആ ഖുതുബയാണ് അദ്ദേഹം അറിയപ്പെട്ടതും. ഏകദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും 100ഓളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുമ്പം ഇദ്ദേഹത്തിന് വയസ്സ് 8 വയസ്സ്, 8 വയസ്സും ചില്ലറ മാസവും, 8 വയസ്സും 7 മാസവും റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുമ്പോൾ. അപ്പോൾ നമ്മൾ സാധാരണ ഉസൂൽ ഹദീസ് പഠിച്ചിട്ടുണ്ടാവും. തഹമ്മുലും അദാവും അല്ലേ, ബുലൂഗ് വേണോ വേണ്ടയോ എന്നുള്ളത്. അദാഇൻ്റെ സമയത്ത് ബുലൂഗ് വേണം. ഈ സഹാബി തഹമ്മുലിൻ്റെ സമയത്ത് ബുലൂഗ് ഉണ്ടായിരുന്നില്ല. 8 വയസ്സായിരുന്നു പ്രായം. ആ സമയത്താണ് ഈ ഹദീസൊക്കെ ഉദ്ധരിക്കുന്നത്. പ്രായപൂർത്തിയായതിനു ശേഷമാണ് ഹദീസ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഈ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുമ്പം 8 വയസ്സും 7 മാസവും പ്രായം.
ഹിജ്റ 65 അദ്ദേഹം മരണപ്പെടുന്നത്. ഹിജ്റ 65. മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം കൂഫയിലെ ഗവർണറായിരുന്നു. കൂഫയിലെ ഖിലാഫത്ത് അദ്ദേഹത്തിലായിരുന്നു. അതേപോലെ ദിമിഷ്കിലും ഹിംസിലൊക്കെ ഖളാഇൻ്റെ സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ചരിത്രത്തിൽ. ഹിജ്റ 65 മരണപ്പെട്ടു. ആ സഹാബിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ഇന്നൽ ഹലാല ബയ്യിനുൻ, തീർച്ചയായും ഹലാലായ കാര്യങ്ങൾ ബയ്യിനുൻ, വ്യക്തമായതാകുന്നു. അതായത് ഹലാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹും അള്ളാഹിൻ്റെ റസൂലും ഹലാലാക്കി തന്ന എല്ലാ കാര്യങ്ങളും ഹലാലാണ്. ഒന്ന്. രണ്ടാമത്തത് നസ്സ് വരാത്ത കാര്യങ്ങൾ, ഹറാമാണെന്ന് നസ്സ് വരാത്ത കാര്യങ്ങൾ, അല്ലേ? അൽ അസ്ലു ഫിൽ മുആമലാത്തി അൽ ഹില്ലു, മുആമലാത്തിൽ ഇബാദത്തല്ലാത്ത വിഷയത്തിലൊക്കെ അസ്ലെന്താണ്? ഹലാലാണ്. അത് ഹലാലാണ്, വളരെ വ്യക്തമാണ് ഹലാൽ. അതേപോലെ തന്നെ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ, ഹറാമു വളരെ വ്യക്തമാണ്. ഹറാം എന്ന് പറഞ്ഞാൽ അള്ളാഹും അള്ളാഹിൻ്റെ റസൂലും ഹറാമായി പഠിപ്പിച്ച കാര്യങ്ങൾ, അള്ളാഹും അള്ളാഹിൻ്റെ റസൂലും ഹറാമായി പഠിപ്പിച്ച കാര്യങ്ങൾ, ഇതെല്ലാം വളരെ വ്യക്തമാണ്. എന്നാൽ വബൈനഹുമ, ഇവ രണ്ടിൻ്റെയും ഇടയിലുണ്ട്, അതായത് ഹറാമിൻ്റെയും ഹലാലിൻ്റെയും ഇടയിലുണ്ട് ഉമൂറുൻ മുഷ്തബിഹാത്തുൻ, ചില സംശയമുള്ള ചില കാര്യങ്ങൾ, മുഷ്തബിഹാത്തായ ചില കാര്യങ്ങൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അതിൻ്റെ അർത്ഥം അള്ളാഹും അള്ളാഹിൻ്റെ റസൂലും ദീനിൻ എല്ലാം പഠിപ്പിച്ചിട്ടില്ല എന്നൊരു സംസാരം ഉണ്ടാവുമോ? ഒരു ചിന്ത ഉണ്ടാവുമോ? അങ്ങനൊരു മാന ഉണ്ടാ. കാരണം ഹലാൽ വ്യക്തമാണ്, ഹറാമ് വ്യക്തമാണ്. എന്നാൽ അതിനിടയിൽ ചില മുഷ്തബിഹാത്തായ കാര്യങ്ങൾ, സംശയത്തിന് വകയുള്ള ചില കാര്യങ്ങൾ. അപ്പം അതിൻ്റെ അർത്ഥം അള്ളാഹും അള്ളാഹിൻ്റെ റസൂലും ദീൻ പൂർത്തിയായി പഠിപ്പിച്ചിട്ടില്ല എന്നാണോ? അല്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സഹാബാക്കൾ പറയാറുണ്ട്, ആകാശത്തോടെ ഒരു പറവ പറക്കുമ്പോൾ ആ പറവ പറക്കുന്നതിലുള്ള ഇൽമു വരെ റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. നരകത്തു നിന്ന് വിദൂരത്താക്കുന്ന എല്ലാ കാര്യങ്ങളും റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല അൽ-യൗമ അക്മൽതു ലക്കും എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഖുർആൻ കളവാന്ന് പറയേണ്ടി വരൂലേ? അല്ലേ? അല്ലാഹു എന്താ പറഞ്ഞാൽ? അൽ-യൗമ അക്മൽതു ലക്കും, നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. അപ്പം ദീൻ പൂർത്തിയാണ്, പക്ഷേ നമുക്കറിയില്ല എന്ന് മാത്രം. ദീനിൻ്റെ എല്ലാ ഹുക്കുമുകളും വളരെ വ്യക്തമാണ്, നമ്മൾക്ക് അറിയുകയില്ല. ചിലത് നമുക്ക് വളരെ വ്യക്തമായി അറിയാം, ചിലത് നമുക്ക് അറിയില്ല. ഏതുപോലെ ഖുർആനിൽ 2 ഹുക്കുമുണ്ടല്ലോ, മുഹ്കമുണ്ട്, മുത്തശാബിഹുണ്ട്, അല്ലേ? മുത്തശാബി ആർക്കേ അറിയൂ? റാസിഖൂന ഫിൽ ഇൽം. ഇതും അങ്ങനെ തന്നെ. ചില കാര്യങ്ങൾ അത് റസൂൽ അടുത്ത കലിമത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മുഷ്തബിഹാത്ത് എന്ന് പറഞ്ഞാൽ ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്, ജനങ്ങളിൽ അധിക പേർക്കും അതറിയില്ല, എന്നാൽ അധിക പേർക്കും അതറിയാം. മനസ്സിലാകുന്നുണ്ടോ? നേരെ 50-50. ചില ആൾക്കാർക്ക് അറിയാം, ചില ആൾക്കാർക്ക് അറിയില്ല. ഇവിടെ റസൂൽ ലാ യഅലമുഹുന്ന അക്സറു നാസ് എന്ന് പറഞ്ഞില്ല, ജനങ്ങളിൽ അധിക പേർക്കും. അല്ലെങ്കിൽ അഅലമുന്നാസ് എന്നും പറഞ്ഞില്ല, കസീറും മിനന്നാസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജനങ്ങളിൽ യഅലമു ബഅദ് ദൂന ബഅദ്, ചില ആൾക്കറിയാം, ചില ആൾക്കാർക്ക് അറിയില്ല. അറിയുന്നതായിരിക്കാം അള്ളാഹു ഫഹ്മ് കൊടുത്ത ആൾക്കാർക്ക് അറിയും. മനസ്സിലായ? അപ്പം ദീൻ പരിപൂർണമാണ്. നമുക്കറിയില്ല എന്നതുകൊണ്ട് ദീൻ എന്ത് ചെയ്യൂല? നാഖിസാകൂല എന്നർത്ഥം. എന്നാൽ മുഷ്തബിഹാത്തായ കാര്യങ്ങൾ ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്, ജനങ്ങളിൽ അധിക പേർക്കും അതറിയില്ല. എന്തുകൊണ്ട്? ലിഖില്ലത്തിൽ ഫഹം. അല്ലേ? എല്ലാവരും പണ്ഡിതന്മാരാണോ? എല്ലാവരും മുജ്തഹിദാണോ? അല്ല. അപ്പോൾ മുജ്തഹിദീങ്ങൾക്കറിയാം അതിൻ്റെ ഹുക്മു. ഉദാഹരണം പറയാം, നസ്സിൽ വരാത്തൊരു കാര്യം, കണ്ണിൽ മരുന്നുറ്റിക്കുക, നോമ്പ് മുറിയോ ഇല്ലയോ? അതുപോലെ ചെവിയിൽ മരുന്നുറ്റിക്കുക, നോമ്പ് മുറിയോ ഇല്ലയോ? ഇഞ്ചക്ഷൻ ചെയ്യുക, നോമ്പ് മുറിയോ ഇല്ലയോ? ഇതൊന്നും നെസ്സ് വരാത്ത കാര്യങ്ങളാണ്, അല്ലേ? പക്ഷേ പണ്ഡിതന്മാർക്ക് അതിൻ്റെ ഹുക്കം അറിയാം. നമുക്കറിയോ? ഇല്ല. പണ്ഡിതന്മാർക്ക് അറിയാം. എങ്ങനെ അവർ മനസ്സിലാക്കി? അവർ ഇജ്തിഹാദിലൂടെ ഖുർആനും സുന്നത്ത് എന്താണോ അതിനെ സംബന്ധിച്ച് പറയുന്നത് എന്നവർ മനസ്സിലാക്കി. അള്ളാഹു കൊടുത്ത ഫഹ്മിലൂടെ അവരത് മനസ്സിലാക്കി. അപ്പോൾ ഒരു കാര്യം നമുക്കറിയാത്തടത്തോളം അത് മുഷ്തബിഹാത്താണ്, അല്ലേ? ഖുർആൻ അങ്ങനെ പറഞ്ഞ മുഹ്കമും മുത്തശാബിയും. നമ്മൾ അറിയുന്നത് ഇപ്പം എന്തായി? അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായി? മുഹ്കമായി. തിരിയുന്നുണ്ടോ? അപ്പോൾ ഒരു കാര്യം ഇത് ഹറാമാണോ? ബൈഉൽ ഈന ഹറാമാണോ ഹലാലാണോ? മുഷ്തബിഹാത്തിൽപ്പെട്ട കാര്യമാണ്, അല്ലേ?
ഈ ഒരു കാലഘട്ടത്തിൽ സ്വർണം വിൽക്കുക വാങ്ങുക, സ്വർണം കടം വാങ്ങുക മുഷ്തബിഹാത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഹുക്കും ഒരാൾക്ക് വ്യക്തമായി. എങ്ങനെ വ്യക്തമാവും? വസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക. അത് ചോദിച്ചാൽ നമുക്കെന്തായി? ആ മുഷ്തബിഹാത്ത് നമ്മളിൽ നിന്ന് നീങ്ങി, നമ്മൾ ആ വിഷയത്തിൽ മുഹ്കമായി. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ജനങ്ങളിൽ അധിക പേർക്കും അതറിയില്ല. എൻ്റെ റസൂലുള്ളാഹി തങ്ങൾ അതിൻ്റെ വിശേഷണം ഓരോന്നായിട്ട് പറയാണ്. ഫമനിത്തഖ ശുബുഹാത്തി, ആ ശുബഹാത്തായ കാര്യങ്ങളെ. ഇവിടെ മുഷ്തബിഹാത്ത്, ആ കെലിമത്ത് എന്താണ്? അതിൻ്റെ വസ്നേതാ കെലിമത്തിൻ്റെ? മുഷ്തബിഹാത്ത്, മുഷ്തബിഹാത്തുൻ അല്ലേ? ഇഷ്തബഹ യഷ്തബിഹു, അതിൻ്റെ ഇസ്മു ഫായിൽ മുഷ്തബിഹത്തുൻ, അതിൻ്റെ ജമ്മ് മുഷ്തബിഹത്തുൻ മുഷ്തബിഹാത്തുൻ. ഓക്കെ. പിന്നെ ഫമനിത്തഖ ശുബഹാത്ത്, ഇത്തഖ യത്തഖി എന്ന് പറഞ്ഞാൽ തജന്നബ യതജന്നബ്, ഒഴിവാക്കുക അല്ലെങ്കിൽ സൂക്ഷിക്കുക. ചെയ്യുന്നുണ്ടോ? അതായത് വെടിയുക. അള്ളാഹുവിൻ്റെ അദാബിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ വെടിയുക. അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ, അല്ലേ? അന്തജാല ബൈനക വബൈന അദാബില്ലാഹി അൽ വിഖായ, അള്ളാഹുവിൻ്റെ ശിക്ഷ ഒഴിവാക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കുക. അതാണ് ഇത്തഖൻ്റെ അർത്ഥം. തജന്നബ, ഒഴിവാക്കുക. അപ്പോൾ ഫമനിത്തഖ ശുബുഹാത്തി, സംശയമുള്ള കാര്യങ്ങളെ ഒരാൾ ഒഴിവാക്കിയാൽ, ശുബുഹത്തുൻ ജമ്മ് ശുബഹാത്ത്, സംശയമുള്ള കാര്യങ്ങളെ ഒരാൾ ഒഴിവാക്കിയാൽ, ഫഖദിസ്തബറഅ ലിദീനിഹി വഇർദിഹി. ആ ഫഖദിസ്തബറഅ എന്നുള്ളത് എൻ്റെ ജവാബാണ്. ഫമനിത്തഖ ശുബഹാത്ത് എന്ന ഷർത്തിൻ്റെ ജവാബാണ് ഫഖദിസ്തബറഅ ലിദീനിഹി വഇർദിഹി. അതിൻ്റെ അർത്ഥം എന്താ പറയുക? ഫഖദിസ്തബറഅ, തീർച്ചയായും അവൻ നിർഭയത്വം നേടിയിരിക്കുന്നു. ഫഖദിസ്തബറഅ, തീർച്ചയായും സംശയമുള്ള കാര്യങ്ങളെ സൂക്ഷിച്ചവൻ നിർഭയത്വം നേടിയിരിക്കുന്നു. ദീനിഹി വഇർദിഹി, അവൻ്റെ ദീനിലും അവൻ്റെ അഭിമാനത്തിലും. ദീനിൽ എങ്ങനെ നിർഭയത്വം നേടുക? അതായത് ദീൻ എന്ന് പറഞ്ഞാൽ അവനും അവൻ്റെ റബ്ബിനും ഇടയിൽ ഓൻ എന്ത് ചെയ്തു? നിർഭയത്വം നേടി. അതായത് അള്ളാഹു ഓൻ ശിക്ഷക്ക് അർഹനല്ല എന്നർത്ഥം. ശുബഹാതായ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ ദീനിൽ അവൻ നിർഭയത്വം നേടി, അള്ളാഹുവുമായിട്ടുള്ള ഇടപാടിൽ അവൻ സുരക്ഷിതനായി. അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടൂല. ഇനി അതുപോലെ തന്നെ വഇർദിഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ അഭിമാനത്തിൽ അവൻ നിർഭയത്വം നേടിയിരിക്കുന്നു. അതായത് അവനും ജനങ്ങൾക്കുമിടയിൽ എന്തില്ല? അവൻ്റെ വിഷയത്തിൽ സംസാരം ഉണ്ടാകൂല, അല്ലേ? സംശയമുള്ളൊരു കാര്യം, ഒരാൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ബൈഉൽ ഈന, ബൈഉ തവറുക്ക് അറിയോ? ബൈഉ തവറുക്ക് കേട്ടിട്ടുണ്ടോ? ബൈഉൽ ഈന കേട്ടിട്ടുണ്ടോ? ബൈഉൽ ഈന, അല്ലേ? അത് സംശയമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ ഒരാൾ ആ കാര്യം ചെയ്തു, മുഷ്തബിഹാത്തിൽപ്പെട്ടതാണ്. ഒരാൾ ആ പ്രവൃത്തി ചെയ്തു. അള്ളാഹും അവനും തമ്മിൽ ബന്ധത്തിൽ എന്തായി? അവൻ പിന്നെ നിർഭയത്വം സ്വീകരിച്ചോ? ഇല്ല. അവൻ ശിക്ഷക്കർഹനായേക്കാം. ജനങ്ങളുടെ വിഷയത്തിലോ അവൻ ആക്ഷേപിക്കപ്പെട്ടേക്കാം, അവൻ്റെ വിഷയത്തിൽ ആക്ഷേപിക്കപ്പെട്ടേക്കാം, അല്ലേ? സംശയമുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഇഅ്തികാഫിലായിരിക്കെ പള്ളിയിലേക്ക് സഫിയ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി തങ്ങളെ കാണാൻ വേണ്ടി വന്നു, സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നു. റസൂൽ പള്ളിയിലാണ്, ഇഅ്തികാഫിലാണ്. അപ്പോൾ സഫിയ വന്നപ്പോൾ വാതിലിൽ നിന്ന് സംസാരിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയാനെയും കൂട്ടി വീട്ടിലേക്ക് പോയി. ഇത് ചെറിയ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി വീട്ടിലേക്ക് പോയി. സഫിയും രാത്രിയാണ്. റസൂലുള്ളാഹി തങ്ങളും സഫിയ വാതിനടുത്ത് എത്തിയപ്പോൾ രണ്ട് സഹാബാക്കൾ ഇങ്ങനെ കടന്നുപോയി പള്ളീൻ്റെ മുമ്പിലെ. അവർ കണ്ടു, റസൂലിൻ്റെ കൂടെ ഒരു സ്ത്രീയെയും അവർ കണ്ടു. അവർ പെട്ടെന്ന് നടന്നുപോയി, നാണം കാരണം. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അവരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാദിഹി സഫിയ, ഇതെൻ്റെ ഭാര്യ സഫിയ ആണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ സഹാബകൾ ചോദിച്ചു, നമ്മൾ ലാ നദുന്നു ഇല്ലാ ഖൈറ, ലാ നദുന്നുക ഇല്ലാ ഖൈറ, നിങ്ങളെ സംബന്ധിച്ച് നല്ലതല്ലാതെ വിചാരിക്കൂല, അല്ലേ? റസൂലല്ലേ? റസൂലിനെ സംബന്ധിച്ച് നമ്മൾ നല്ലതല്ലാതെ നമ്മൾ വിചാരിക്കൂല. നമ്മളൊരിക്കലും നിങ്ങളെ പിന്നെ ചെറിയൊരു സംശയം പോലും നമുക്കുണ്ടായിട്ടില്ല, പിന്നെന്തിനു നിങ്ങളങ്ങനെ തിരുത്തിയതെന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഇന്ന ശൈത്വാന യജ്രി മജറ ദമി ഇബ്നി ആദം, മനുഷ്യൻ്റെ രക്തക്കുഴലിലൂടെ പിശാച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആ പിശാച് എന്ത് ചെയ്യാം? വസ്വാസ് ഉണ്ടാക്കിയേക്കാം മനസ്സ്. അതുകൊണ്ടാണ് ഞാൻ തിരുത്തിയത്. ഇതെന്താ മനസ്സിലായിട്ടുന്നത്? സംശയമുള്ള കാര്യങ്ങൾ ഉടനടി തന്നെ എന്ത് ചെയ്യണം? സംശയം തീർത്തേക്കണം, അല്ലേ? നമ്മളായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? സംശയത്തിന് വകുപ്പുണ്ടാക്കി കൊടുക്കാൻ പാടില്ല. അപ്പം ഫമനിത്തഖ ശുബഹാത്ത്, ഒരാൾ ആ ശുബഹാത്തുള്ള കാര്യങ്ങളെ സൂക്ഷിച്ചാൽ, മവാദി അത്വം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇത്തഖു മവാദി അത്തുഹം, ആരോപിത വിധേയനാകുന്ന ആരോപിക്കപ്പെടുന്ന അവസ്ഥകൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇല്ലാതാക്കുക.
മനസ്സിലാകുന്നുണ്ടോ? അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ ആരോപണത്തിന് വിധേയമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, എന്നിട്ട് ആരെങ്കിലും ആരോപണം പറഞ്ഞാൽ അവനെ കുറ്റം പറയുക, അത് പാടില്ല. പണ്ഡിതന്മാർ പറയാറെന്താ വെച്ചാൽ, ആരോപണ വിധേയമാകുന്ന കാര്യങ്ങൾ അവൻ ചെയ്താൽ വല യലൂമന്ന ഇല്ലാ നഫ്സഹു, പിന്നെ അതിൽ വിഷയത്തിൽ ആരോപിക്കപ്പെട്ടാൽ ഓനെ തന്നെ സംസാരിച്ചാൽ മതി, ഓനെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി. പൈസ ചേഞ്ച് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് എവിടും പോവാം, ബാങ്കിൽ പോവാം, ഏതെങ്കിലും ഷോപ്പിൽ പോവാം. കള്ള് ഷാപ്പിൽ തന്നെ പോകണമെന്നുണ്ടോ? ഇല്ല. ഒരാൾ പൈസ ചേഞ്ച് ആക്കാൻ പോയതാണ്, പക്ഷെ പോയത് കള്ള് ഷാപ്പിലേക്കാണ്. 4 ആൾ കണ്ടു, അവരത് വാട്സപ്പിലിട്ട് പ്രചരിപ്പിച്ചു, ആരോപിക്കപ്പെട്ടു, ഇല്ലേ? നമ്മളെന്ത് ചെയ്യണം? ആരോപണ വിധേയമാകുന്ന സ്ഥലങ്ങൾ സൂക്ഷിക്കണം. നമ്മളെന്ത് ചെയ്യുക? അതിന് പരിപൂർണമായി മാറി നിൽക്കുക. നമ്മൾ വകുപ്പുണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് ജനങ്ങളിൽ സംസാരിക്കുക, പിന്നെ ജനങ്ങളെ ആക്ഷേപിക്കുന്നതിൽ അർത്ഥമില്ല. അതാണ് ഈ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അങ്ങനെ ആരെങ്കിലും ശുബഹാത്തുകളെ സൂക്ഷിച്ചാൽ അവൻ്റെ അഭിമാനവും അവൻ്റെ ദീനും സംരക്ഷിക്കപ്പെടുന്നതാണ്. ദീനെന്ന് പറയുമ്പം അവനും റബ്ബിനുള്ള ഇടയിലുള്ള ബന്ധം, അവൻ നിർഭയത്വം സ്വീകരിക്കും, അവൻ ശിക്ഷക്ക് അർഹനാകൂല. ഇനി ഇർലിഹി എന്ന് പറഞ്ഞാൽ അവനും ജനങ്ങളും തമ്മിലിടയിൽ അവൻ ആക്ഷേപിക്കപ്പെടൂല, അവൻ സുരക്ഷിതനായിരിക്കും, അവൻ്റെ അഭിമാനം സുരക്ഷിതമായിരിക്കും. ഇനി വമൻ വഖഅ ഫി ശുബുഹാത്തി, ആരെങ്കിലും സംശയമുള്ള കാര്യങ്ങൾ ചെന്ന് പതിച്ചാൽ, അതായത് ചെയ്താൽ, പ്രവർത്തിച്ചാൽ. 2 മാനയാണ് ഈ ജുംലക്ക് കൊടുത്തിട്ടുള്ള പണ്ഡിതന്മാർ. ഇത് ഷർത്താണ്. വമൻ വഖഅ ഫി ശുബഹാത്ത് വഖഅ ഫിൽ ഹറാം, ഷർത്തും ജവാബുമാണ്. അതായത് വമൻ വഖഅ ഫി ശുബഹാത്ത്, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്, അതായത് വമൻ തസാഹല ഫിൽ മുത്തശാബിഹാത്ത്, അലസത കാണിച്ചാൽ, ഹറാം മുത്തശാബിഹാത്ത കാര്യങ്ങളിൽ ഒരാൾ അലസത കാണിക്കുന്നുണ്ടെങ്കിൽ വഖഅ ഫിൽ ഹറാം, അവൻ ഹറാമിലും അലസത കാണിക്കുന്നവനായിരിക്കും, അല്ലേ? ഇത്തരത്തിൽ മുഷ്തബിഹാത്തായ കാര്യങ്ങൾ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവനെന്ത് ചെയ്യും? അവസാനം പോയി ഹറാമിൽ ചെന്ന് പതിക്കും, ഉറപ്പാണ്, അല്ലേ? മുഷ്തബിഹാത്ത കാര്യങ്ങളൊക്കെ തസാഹുലാക്കി ചെയ്ത് 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 അവസാനം എന്താവും? താടി കുറച്ച് വെട്ടി 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 അവസാനം എന്താവും? ക്ലീൻ ഷേവ് ആവും. അത് ചരിത്രം അങ്ങനെയാണ്, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതാണ് ഏറ്റവും നല്ലൊരു മാന. മുഷ്തബിഹായ കാര്യങ്ങൾ ഒരു തസാഹുൽ കാണിച്ചാൽ ഒന്ന് ഹറാമിൽ ചെന്ന് പതിക്കും, തീർച്ചയാണ്. ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉപമയും കൂടി പറഞ്ഞു കൊടുത്തു. കർറായി, ആട്ടിടയനെ പോലെ. റായി എന്ന് പറഞ്ഞാൽ റഅ യർഅ, മേയ്ക്കുക. അതായത് ആടിനെ, പശുവിനെ, പോത്തിനെ, ഇതിനൊക്കെ മേയ്ച്ച് നടക്കുക. മേയ്ച്ച് നടക്കുക, അതിനെ തീറ്റ കൊടുത്ത് ഇങ്ങനെ നടത്തിക്കൊണ്ട് തെളിച്ചു കൊണ്ടുപോവുക. അതിന് റായി എന്ന് പറയാം. റായി അതേതാ ഇസ്മ? റായി എന്നുള്ളത് മങ്കൂസ്. ഇസ്മ മങ്കൂസ്. ഇസ്മ മങ്കൂസിൻ്റെ ഇറാബുകൾ എങ്ങനെയാണ്? റഫ്ഉം കസറും മുഖദ്ദറത്ത്, നസ്ബ് ലാഹിർ. കർറായി, ആട്ടിടയനെ പോലെയാണ്. യർഅ, അവൻ എന്ത് ചെയ്യുന്നു? ആടിനെ മേയ്ക്കുന്നു. ഹൗലൽ ഹിമ, ഹൗല എന്ന് പറഞ്ഞാൽ ജാനിബ്, അടുത്ത്. ഹൗല എന്ന് പറഞ്ഞാൽ അടുത്ത്. അൽ ഹിമ, ഹിമ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കപ്പെടുന്ന സ്ഥലം. ഓരോരുത്തർക്കും ഓരോ അതിർവരമ്പുകളുണ്ടാവും. എൻ്റെ സ്ഥലം, എൻ്റെ പുരയുടെ മുറ്റത്തുള്ള സ്ഥലം, അതാണ് ഹിമ, സംരക്ഷിക്കപ്പെടുന്ന സ്ഥലം. എൻ്റെ തോട്ടം, ആ തോട്ടത്തിന് ചുറ്റും എന്തുണ്ടാവും? വേലി ഉണ്ടാവും, അല്ലേ? വേലി ഉണ്ടാവും. അതിനർത്ഥം ആ സ്ഥലം സംരക്ഷിക്കപ്പെടുന്നതാണ്. ആ സ്ഥലത്ത് എന്ത് ചെയ്യാൻ പറ്റൂല? വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റൂല, വേറെ മൃഗം കൊണ്ട് കെട്ടാൻ പറ്റൂല, കാരണം അത് എൻ്റെ സ്ഥലമാണ്, ഞാൻ സംരക്ഷിക്കുന്ന സ്ഥലമാണ്. അതാണ് ഹിമ എന്ന് പറയാം. തിരിയുന്നുണ്ടോ? സംരക്ഷിക്കപ്പെടുന്ന സ്ഥലം. അവിടെ എൻ്റെ അനുവാദമില്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റൂല. മനസ്സിലായ? അപ്പം അങ്ങനെ സംരക്ഷിക്കപ്പെടുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് ആടിനെ മേയ്ക്കുന്നവനെ പോലെയാണ്. മനസ്സിലാകുന്നുണ്ടോ? ആ സംരക്ഷിക്കപ്പെടുന്ന സ്ഥലം ഹറാമാണ്, അങ്ങോട്ട് കടക്കാനും പറ്റൂല, അങ്ങോട്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റൂല. മംനൂ ദുഖൂലാണ്, പ്രവേശനം നിരോധിക്കപ്പെട്ട സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലത്തിൻ്റെ അടുത്ത് ചെന്ന് ആടിനെ മേയ്ക്കുന്നവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് മുഷ്തബിഹാത്തായ കാര്യങ്ങൾ ഏത് സമയത്ത് എന്ത് ചെയ്യാം? ഹറാമിലേക്ക് ചെന്നെത്താം. അപ്പോൾ മുത്തശാബിഹായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ നിരോധിക്കപ്പെട്ട സ്ഥലത്തിൻ്റെ അടുത്തുകൂടി സഞ്ചരിക്കുകയും ആടിനെ മേയ്ക്കുന്നവരും ചെയ്യുന്നവനെ പോലെയാണ്. ഏത് സമയത്ത് എന്ത് ചെയ്യാം? ആട് ബോർഡർ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയേക്കാം. തിരിയുന്നുണ്ടോ? യൂഷിക്കു അയ്യർതഅ ഫീഹി, യൂഷിക്കു അവൻ അടുത്തിരിക്കുന്നു, അയ്യർതഅ ഫീഹി ആ നിരോധിക്കപ്പെട്ട സ്ഥലത്ത് മേയാൻ അടുത്തിരിക്കുന്നു. ഔഷക യൂഷിക്കു, ഏതാ അഫ്ആലു ഫീൽ? ഏതാ അഫ്ആലുൽ മുഖാറബ, അല്ലെ? അഫ്ആലുൽ മുഖാറബ. കാദ കറുബ, അസ കാദ കറുബ ഔഷക.
ഈ ഔഷക യൂഷിക്കു, ഔഷകൻ്റെ കൂടെ എന്തുണ്ടാവും? അധികവും മുദാരിഫിൻ്റെ കൂടെ എന്ത് വരും? നസ്ബി ഖുത്റാനായി വരും അല്ലേ, ചേർന്ന് വരും. അപ്പോൾ യൂഷിക്കു അയ്യർത്ത അഫീഹി, യൂഷിക്കു അവൻ അടുത്തിരിക്കുന്നു, അയ്യർത്ത അഫീഹി, റത്ത എന്ന് പറഞ്ഞാൽ ഇർത്ത എന്ന് പറഞ്ഞാൽ മേയുക, ഫീഹി ആ നിരോധിക്കപ്പെട്ട സ്ഥലത്ത് മേയാൻ അവൻ അടുത്തിരിക്കുന്നു. തിരിഞ്ഞ അപ്പം മുസ്തബിഹാത്തായ കാര്യങ്ങൾ ആരെങ്കിലും ഫോളോ ചെയ്താൽ, ആരെങ്കിലും ഇത് സ്വീകരിച്ചാൽ, പ്രവർത്തിച്ചാൽ, അവൻ ഹറാമിൻ്റെ ബോർഡർ കൂടിയാണ് സഞ്ചരിക്കുന്നത്. ഏത് സമയത്തും ഹറാമിൽ ചെന്ന് പതിച്ചേക്കാം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അലാ വ ഇന്ന ലികുല്ലി മലിക്കിൻ ഹിമ, അലാ വ ഇന്ന ഹിമല്ലാഹി മഹാരിമുഹു. അലാ ഹർഫ് ഇസ്തിഫ്താഹ് അല്ലേ, ഒരു പുതിയ ജുംല തുടങ്ങാൻ വേണ്ടി പറയുന്നത്, അല്ലെങ്കിൽ തംബീഹ്, അതിന് ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലായിക്കോ എന്നതിനു വേണ്ടി ജനങ്ങളെ ഉണർത്തുക. അതിനാണ് ഹർഫ് തംബീഹ് അല്ലെങ്കിൽ ഹർഫ് ഇസ്തിഫ്താഹ് എന്ന് പറയുക. റസൂൽ പറയാണ്, വ ഇന്ന ലികുല്ലി മലിക്കിൻ ഹിമ, എല്ലാ രാജാക്കന്മാർക്കും, ദുനിയാവിൽ റസൂൽ ഉപമ പറഞ്ഞു കൊടുക്കുകയാണ്, ദുനിയാവിലെ എല്ലാ രാജാക്കന്മാർക്കും എന്തുണ്ട്? ഹിമയുണ്ട്, പിന്നെ അവരാൽ സംരക്ഷിക്കപ്പെടുന്ന സ്ഥലങ്ങളുണ്ട് അല്ലേ. ആ രാജാവ് എങ്ങനെ? ഒരു രാജ്യത്ത് ആ രാജാവിൻ്റെ വണ്ടി മാത്രം പാർക്ക് ചെയ്യാനുള്ള സ്ഥലം, അവിടെ വേറെ ആണെങ്കിൽ പാർക്ക് ചെയ്യുമോ? ഇല്ല. ആ രാജാവിൻ്റെ കന്നുകാലികൾ മേയാനുള്ളൊരു സ്ഥലം, അവിടെ വേറെ വരാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ സംരക്ഷിക്കപ്പെടുന്ന സ്ഥലം ദുനിയാവിലെല്ലാ രാജാക്കന്മാർക്കും ഉണ്ട്. ഓക്കെ. എന്നാൽ അല, നിങ്ങളറിയണം, വ ഇന്ന ഹിമല്ലാഹി മഹാരിമുഹു, അള്ളാഹുവിനും അങ്ങനെ നിരോധിക്കപ്പെട്ട ചില മേഖലകളുണ്ട്. അതേതാ? മഹാരിമുഹു ഐ മആസീഹി, അള്ളാഹു ഹറാമാക്കിയ കുറ്റകൃത്യങ്ങൾ. അള്ളാഹു ഹറാമാക്കിയ കുറ്റകൃത്യങ്ങൾ അതെന്താണ്? അള്ളാഹുവിൻ്റെ നിരോധിക്കപ്പെട്ട മേഖലയാണ്. നമ്മളെന്ത് ചെയ്യാൻ പറ്റില്ല? അത് വിട്ടുകടക്കാൻ പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? അല, അറിയണം, വ ഇന്ന ഫിൽ ജസദി മുൽഗതൻ, ഇന്ന ഫിൽ ജസദി മുൽഗതൻ. അവിടെ മുൽഗത്തൻ്റെ ഇറാബ് എന്താ? ഇസ്മു ഇന്ന, ജാർമജുറു എന്നതുകൊണ്ട് ഖബറിനെ മുന്തിച്ചു. അല ഇന്ന ഫിൽ ജസദി മുൽഗതൻ അല്ലേ, ജാർമജുറു മുന്തിക്കണമെങ്കിൽ ഷർത്തുണ്ട്, ഇസ്മ നെക്കിറയായിരിക്കണം. അതേപോലെ മുബ്തദയും ഖബറും, മുബ്തദ പിന്തിക്കുകയും ഖബറിനെ മുന്തിക്കുകയും ചെയ്യും. ഖബർ ജാർമജുറൂറും മുബ്തദ നെക്കിറയാവുകയും ചെയ്താൽ. അപ്പോൾ അലാ വ ഇന്ന ഫിൽ ജസദി മുൽഗ, ശരീരത്തിലൊരു മാംസ കഷ്ണമുണ്ട്. മുൽഗത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഭക്ഷിക്കാൻ വേണ്ടി വായിലേക്ക് ഇടുന്ന ഭക്ഷണമില്ലേ, എത്ര ഇടുക? ഇത്ര ഇടുമോ? നോർമലി ഒരു മനുഷ്യൻ ഇത്ര ഒരു പിടി, ആ ഒരു പിടി അതിനാണ് മുൽഗ എന്ന് പറയാം, ഒരു പിടി. മനസ്സിലായ? അത്രയുള്ളൊരു മാംസ കഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, ഷർത്തും ജവാബും. ഇദാ സ്വലഹത്, ആ മാംസപിണ്ഡം നന്നായാൽ, സലഹൽ ജസദു കുല്ലു, മനുഷ്യൻ്റെ ശരീരം മുഴുവനും നന്നാകും. അതേപോലെ വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, ആ മാംസപിണ്ഡം മോശമായാൽ ശരീരം മുഴുവനും മോശമാകും. അല, അറിയണം, വഹിയൽ ഖൽബു, അത് ഹൃദയമാകുന്നു. ഹൃദയം നന്നായാൽ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ നന്നാവും, സംസാരം നന്നാവും, അവൻ്റെ പിന്നെ അഅമാലുകളും നന്നാവും, അക്വാലുകളും നന്നാവും. ഹൃദയം മോശമായാൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ മോശമാവും. ഹൃദയമാണ് അടിസ്ഥാനം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ അത്തഖ്വ ഹാഹുന വയശീറു ഇലാ സദ്രിഹി സലാസ മറാത്ത്. റസൂൽ ഹൃദയത്തിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, തഖ്വ എന്ന് പറയുന്നത് അത് ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതാണ് എന്ന് പറയാൻ കാരണം അതാണ്. ഹൃദയം നന്നായാൽ മനുഷ്യൻ നന്നാവും, ഹൃദയം മോശമായാൽ മനുഷ്യൻ മോശമാകും. ഇതാണ് ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ ഒരുപാട് ഫായിദകൾ ഈ ഹദീസിലുണ്ട്, ഒരുപാടുണ്ട് അല്ലേ. അതിലൊരു ഉദാഹരണം പറഞ്ഞു, ഈ മുസ്തബിഹാത്തായ കാര്യങ്ങൾക്കുള്ള ഉദാഹരണം, അത് ചിലപ്പോൾ എല്ലാവർക്കും അറിഞ്ഞോണമെന്നില്ല. ചില ആൾക്കാർക്ക് അറിയും, ചിലർക്ക് അറിയില്ല. അതിന് തെളിവാണ് പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുത്അ വിവാഹം ഹലാലാക്കി, ജായിസാണ് എന്ന് പറഞ്ഞു. മുത്അ വിവാഹം ജായിസാണെന്ന് പറഞ്ഞു. മുത്അ എന്ന് പറഞ്ഞാൽ എന്താ? തൽക്കാലത്തേക്ക് കെട്ടുക, അത് ജായിസാണ് എന്ന് പറഞ്ഞു. അപ്പം അലി റളിയല്ലാഹു അൻഹു എതിർത്തു, നീ എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത് എന്ന് ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഖൈബറിൻ്റെ ദിവസം റസൂലുള്ളാഹി തങ്ങൾ അത് നസ്ഖ് ചെയ്തിട്ടുണ്ട്, ആ ഹുക്കുമ് മുത്അ വിവാഹം റസൂൽ ഹറാമാക്കിയിട്ടുണ്ട്. അപ്പം ചില ഹുക്കുമുകൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടാകാം, പിന്നെ അത് നസ്ഖ് ചെയ്ത് പോയിട്ടുണ്ടാകാം, അത് ആരും അറിയില്ല. എല്ലാവർക്കും അറിയോ? ഇല്ല. അപ്പോൾ ആ കാര്യങ്ങൾ എന്തായി? മുസ്തബിഹാത്തായി. മനസ്സിലാകുന്നുണ്ടോ? അതേപോലെ തന്നെ പിന്നെ ആദ്യ കാലഘട്ടത്തിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പം സംസാരിക്കും പരസ്പരം. കുന്നാന തഹദ്ദതു ഫി സ്വലാത്തി അല്ലേ, നമ്മുടെ ആവശ്യങ്ങൾ പരസ്പരം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പം പരസ്പരം സംസാരിക്കും. പിന്നെ ഖൂമു ലില്ലാഹി ഖാനിതീൻ എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ നമ്മളെന്ത് ചെയ്തു?
നുഹീന അനിൽ കലാം ഫിസ്വല, നിസ്കാരത്തിൽ സംസാരിക്കുന്നത് നിരോധിക്കപ്പെട്ടു എന്ന് കാണാം. അപ്പം മുമ്പൊരു ഹുക്കുമുണ്ടായത് സംസാരിക്കാൻ. അപ്പോൾ ഒരു സഹാബി നിസ്കാരത്തിൽ സംസാരിച്ചു. ഈ ഹദീസ് പറയുന്ന കാരണം അതാണ്. ഒരു സഹാബി നിസ്കാരത്തിൽ സംസാരിച്ചു. ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ആ ഹുക്കുമ് നിസ്ഖ് ചെയ്തു. സംസാരിക്കാൻ പാടില്ല എന്ന് ഹുക്കുമ് വന്നു. പക്ഷേ ഈ സഹാബി അറിയില്ല, നിസ്കാരത്തിൽ സംസാരിച്ചു. അപ്പോൾ എല്ലാവരും ഒരു വെറുപ്പിൻ്റെ നോട്ടം ആ സഹാബിനെ നോക്കി. അപ്പോഴാ സഹാബിക്ക് മനസ്സിലാകും നിങ്ങൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്. പിന്നീടാണ് ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുന്നത്. മുമ്പ് സംസാരിക്കുമായിരുന്നു, പിന്നെ അത് നിരോധിക്കപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും അറിഞ്ഞാ ഇല്ല. അപ്പോൾ ചില ആയത്തുകൾ അങ്ങനെ, ചില ഹദീസുകൾ അങ്ങനെയാണ്. ചില ഹദീസിൽ വ്യക്തമായ ഹറാമായിരിക്കും ഈ കാര്യം, പക്ഷെ അത് എല്ലാവർക്കും മനസ്സിലാക്കണമെന്നുണ്ടോ? ഇല്ല. അപ്പോൾ മനസ്സിലാകുന്നത് വരെ അതെന്താണ്? മുഷ്തബിഹാത്തിൽ പെട്ടതാണ്. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.